അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓഫീസ് അസിസ്റ്റന്റ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ തസ്തികയിലേക്കുള്ള പരീക്ഷ 23/12/2025 ഇന്ന് രാവിലെ നടക്കുകയുണ്ടായി അല്ലേ. രാവിലെ 7 AM to 8:50 AM വരെയായിരുന്നു പരീക്ഷ. പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനം നടത്താമോ, അല്ലെങ്കിൽ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ഒരു ക്ലാസ് എടുക്കാമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ കട്ട് ഓഫ് എത്ര മാർക്ക് കിട്ടിയാൽ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കും, അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് എന്നത്തേക്കാണ് പ്രസിദ്ധീകരിക്കാൻ സാധ്യത, കൺഫർമേഷൻ കൊടുത്തത് എത്ര പേരാണ്, അതുപോലെ തന്നെ എത്ര പേരാണ് പരീക്ഷയ്ക്ക് എത്തിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ധാരാളം ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം തന്നെ മറുപടി എന്നോണം എന്നാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള പരീക്ഷ 23/12/2025 ഇന്ന് രാവിലെ നടക്കുകയുണ്ടായി. അപ്പോൾ ഇതിന്റെ പരീക്ഷയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു എങ്കിൽ പോലും ഉദ്യോഗാർത്ഥികൾ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്ന രീതിയിലാണ് ക്വസ്റ്റ്യനുകൾ വന്നത്. അതായത് ഒരു മീഡിയം ലെവലിന് മുകളിലുള്ള ഒരു പരീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് നെഗറ്റീവ് മാർക്ക് ഒത്തിരിയേറെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പല ഉദ്യോഗാർത്ഥികൾക്കും 14-15ഓളം നെഗറ്റീവ് മാർക്ക് വന്ന സാഹചര്യം പല ഉദ്യോഗാർത്ഥികളും പറയുകയുണ്ടായി. അതുപോലെ തന്നെ 80 ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് 10ഉം 12ഉം 13ഉം നെഗറ്റീവുകൾ വരുത്തിയ ഉദ്യോഗാർത്ഥികളുണ്ട്. അങ്ങനെ പല ഉദ്യോഗാർത്ഥികളോട് പലപ്പോഴായിട്ട് പലതവണ ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കാരണവശാലും നിങ്ങൾ അറിയാൻ വയ്യാത്ത ചോദ്യങ്ങൾക്ക് ഒരു കാരണവശാലും ആൻസർ ചെയ്യാൻ പാടില്ല. എന്നാലും അവർക്ക് കാണുമ്പോൾ അത് ശരിയായ രീതിയിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ആൻസറുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അത് അവരുദ്ദേശിക്കുന്ന ആൻസർ എന്നുള്ള എളുപ്പമാണ്, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് എന്താണോ അവർ ചിന്തിക്കുന്നത്, ആ പരീക്ഷാ ടൈമിൽ ചിന്തിക്കുന്ന ഒരു തെറ്റായ ധാരണയിലൂടെ പലപ്പോഴും നെഗറ്റീവ് മാർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അങ്ങനെ നെഗറ്റീവ് മാർക്ക് വരുന്ന അവസരത്തിൽ സംഭവിക്കുന്നത് എന്താണ്, പിന്നെയും അത് അവർ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാതെ വരാം, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടാലും ഒത്തിരിയേറെ താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഇന്നത്തെ പരീക്ഷയ്ക്ക് ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് പറ്റിയിട്ടുണ്ട്. പൊതുവെ മീഡിയം ലെവലിന് മുകളിലുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല നിലവാരം പുലർത്തുകയും അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു 60 മാർക്കിന് മുകളിൽ നേടാൻ യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു എന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ ഒത്തിരിയേറെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതുന്നതുകൊണ്ടും പല ആവർത്തി ടൈപ്പിസ്റ്റ് പരീക്ഷകളൊക്കെ തന്നെ അറ്റൻഡ് ചെയ്തുകൊണ്ടും തന്നെ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഒരു പൊതുവെ കട്ട് ഓഫ് മാർക്കിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 21,449 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നാൽ 63% ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് പരീക്ഷയ്ക്ക് എത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഏകദേശം ഒരു കണക്കാണ് നമുക്ക് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അതായത് കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ തന്നെ പിന്നീട് അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 60 മാർക്ക് മുകളിൽ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പൊതുവെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ തുടർ നടപടികളൊക്കെ തന്നെ ഉടനടി ആരംഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷോർട്ട് ലിസ്റ്റ് എല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഏകദേശം ഒരു 100-120 ദിവസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുമ്പായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ വരുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായിട്ടുള്ള വിശകലനം നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പരീക്ഷയെ സംബന്ധിച്ചും ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ചും കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചും പരീക്ഷ എഴുതിയവരുടെ എണ്ണത്തെ സംബന്ധിച്ചും ഒക്കെ തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ പൊതുവെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.